ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മനേ നമോ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കേവലമേവം മൈത്രേയോക്തികളെല്ലാം കേട്ടു ഭാവസമ്മോദത്തോട് ചോദിച്ചു വിദുരരും ശ്രീനാരായണൻ മുന്നം കോണിയായി അവനിയെ താനുടനസുരനെ കൊന്നു വീണ്ട അവസ്ഥകൾ തേറുമാര അരുൾ ചെയ്യയെന്ന് ആശു കേട്ട കഥാരിൽ തേറിന മൈത്രേയനും ആദരാൽ അരുൾ ചെയ്താന്. എങ്കിലോ കേട്ടാലും നീ മുന്നമങ്ങൊരു ദിനം പങ്കജൻ സകൻ മറഞ്ഞിടുവാൻ തുടങ്ങുമ്പോൾ സന്ധ്യോപാസനം ചെയ്തു കശ്യപ പ്രജാപതി ചന്തമായിരുന്നവൾ അന്തികേ ചെന്നാളുടൻ കാമപീഡിതയായ കാമിനീതി മനസ്കാമ വേഗേന ഭർത്താവോടുടൻ അപേക്ഷിച്ചാള്. ഇപ്പോഴിങ്ങനിക്കുള്ളിലാഗ്രഹം ജതിയെങ്കിൽ മുൽപ്പാടി വണ്ണമൊരു ദർപ്പമുണ്ടായില്ലല്ലോ. നിസ്ത്രപമേവം പറഞ്ഞിടിന മനോജ്ഞയോട് ഉൾത്താരിൽ വിചാരിച്ചു കശ്യപൻ താനു ചൊന്നാന്. എന്തെടോ മനോഹരെ നിൻ മനോഗതമിതം, എന്തോരു കഷ്ടം കുറഞ്ഞൊന്നുള്ളിൽ ക്ഷമിയാതെ സന്ധ്യാവേളയും കലിക്കൂട്ടനാചാരങ്ങളെ ചിന്തിച്ചിടരുതെന്നു നീ അറിയാഞ്ഞല്ലോ. പാർക്കേണം കുറഞ്ഞൊന്നിങ്ങനെ പലവൊരു ചെൽക്കണ്ണാൾ തന്നോട് അനുസരിച്ചു വാത്സല്യത്താല്. കശ്യപൻ പറഞ്ഞതു കേളാതെ മുതിർന്നുടൻ ആശ്ലേഷിച്ച് അനംഗവേകാശയായ മനോഹരി വായ്ക്കും ആനന്ദത്തോട് വായ്ക്കൊണ്ടളതരവും നീക്കിനാൾ നിബീബന്ധമെന്തോരു അപരാധീനം. അങ്ങനെയെല്ലാം അവൾ കോപ്പിട്ടോരളവിങ്കൽ അങ്കജൻ താനും മലരമ്പുകൾ തൂകിയിടിനാൻ. തിങ്ങിനോരത്യാനന്ദമുൾക്കൊണ്ടു മുനീന്ദ്രനും സംഘവേഗേന രമിച്ചിടിനാനാകും വണ്ണം ഗർഭവും അവൾക്കുടൻ ഉത്ഭവിച്ച അത് പൊഴുതു അർപ്പകനുടെ കൊടുങ്ക്രൂരമാ തേജോമയാല് ദിക്കെങ്ങും ഘോരാകാരമായി ചമഞ്ഞതു കണ്ടിട്ട് ഉൾക്കാമ്പിലതിഭയം ഉൾക്കൊണ്ടു ദേവാദികൾ പുഷ്കരോത്ഭവനോടു ചോദിച്ചാൻ മൂലം ഇക്കാലമെന്തെന്നരുൾ ചെയ്യണമെന്നീ വണ്ണം. കേട്ടുടനവരോട് ബ്രഹ്മാവു ചിരിച്ചുടൻ കേട്ടാലും പരമാർത്ഥമെന്നു അരുൾ ചെയ്തിടിനാന്. പണ്ടൊരു ദിനം സനകാദികൾ മുകുന്ദനെ കണ്ടുവന്നിപ്പാനങ്ങു വൈകുണ്ഠലോകത്തിങ്കൽ ചെന്നടുത്തളവുതാൻ ഗോപുരദ്വാരാന്തികേ നിന്നുടൻ തടുത്തോരു ജയനും വിജയനും താപസശാപത്താലെ ദാനവന്മാരായി വാരും ശ്രീപതി വധിച്ചു സായുജ്യവും വരുത്തിയിടും. കേവലമവർ വന്നു ദിതിതൻ ഗർഭത്തിങ്കൽ ആവിർഭൂതന്മാരാവാൻ ആരംഭിച്ചതിനാലേ ഘോരമാരുടെ തേജസ്സായതി കാണായി വന്നു ആരുമില്ലവരോട് നേരെ നിൽപ്പതിനെങ്ങും
മാധവൻ ജഗൽപതിതാൻ അവർകളെ കൊല്ലും. ബാധകൾ നമുക്കേതുമില്ല പോയാലും നിങ്ങൾ സാദരം ബ്രഹ്മാവ് അരുൾ ചെയ്തീവണ്ണം കേട്ട് മോദേന തത്തൽ സ്ഥാനം പ്രാപിച്ചാരമരരും. ദാനവപ്രവരനാഹിരണ്യകശുവും മാനിയാകിരണ്യാക്ഷൻ താനുമങ്ങതുകാലം ജാതരായപ്പോൾ കണ്ട ദുർനിമിത്തങ്ങൾ ചൊൽവാന് ഏതുമേ നമ്മാൽ അരുതങ്ങവരിരുവരും വേഗേന വളർന്നതി മുഷ്കരന്മാരായി വന്നാർ. ഭാഗവതാട്യന്മാരെ ദോഷിച്ചാരനുദിനം വാരിജാസനൻ തന്നെ സേവിച്ചാർ വേണ്ടുവണ്ണം. പാരാതെ തങ്ങൾക്കുള്ളിൽ ചേരുന്ന വരങ്ങളും വീരന്മാർ വരിച്ചു കൊണ്ടീരേഴു ലോകങ്ങളും വീറോടുകൂടി ജയിച്ചേകശാസനയാലേ മാരാരി മുരഹരന്മാരാദിനാഥന്മാരെ പേരാരും പറയുമ്പോൾ അരുതെന്നാക്കിയിടിനാൻ. പാരാതെ തിരുനാമമാരാനും ചൊല്ലിയിടുകിൽ പാരതിൽ അവരുടെ അല്ലാതെ അരുതല്ലോ. ലോകങ്ങൾക്കെല്ലാം നാഥന്മാർ തങ്ങൾ ഒഴിഞ്ഞില്ലെന്ന് ആകെയങ്ങടക്കി വാണിടിനാർ ജഗത്രയം. അങ്ങനെ ഹിരണ്യാക്ഷൻ നാനാധികജയാർത്ഥ അങ്ങു താനൊരു ഗതാപാണിയായി അകതാരിൽ തിങ്ങിന മതം പൂണ്ടു സഞ്ചരിച്ചിടും കാലം അങ്ങോടിങ്ങോടു പേടിച്ചൊളിച്ചാരെല്ലാവരും. തന്നോടു നേരിട്ടാരുമില്ലാഞ്ഞൊരളവൻ അർണവൻ തന്നിൽ ചെന്നങ്ങിറങ്ങി തിമിർപ്പോടെ തിങ്ങിടും തിരമാലകൾ ഗത കൊണ്ട് അങ്ങോടിങ്ങോടു തല്ലി തകർത്തുടൻ ചെന്നടുത്തളവതി ഭീതനായൊളിച്ചോടി ചെന്നു പാശിയ മധുവൈരിയോടവസ്ഥകൾ ചൊന്നളവതി കോപം പൂണ്ടു മാധവനൊരു പന്നിയായ അരവിന്ദ സംഭവാനാസാരാത്രം തന്നിൽ നിന്ന് അവതരിച്ചന്വേഷിച്ചിടും നേരം കിന്നനായ അസുരനും ചെന്നു പാതാളം പോക്കാൻ. അടുത്ത ഭാഗം നാളെ.